അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിന്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമല്ല, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ 10% മാത്രമാണ് പ്രാർത്ഥനാ ജീവിതം. പിന്നെ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അനുഷ്ഠാന ജീവിതമാണെന്നാണ്, ആചാര ജീവിതം. അതുമല്ലേ. വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ആദിമസഭയുടെ കോൺസെപ്റ്റ് ഉണ്ട്. അത് അടിപൊളി കോൺസെപ്റ്റാണ്. അതാണ് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസമെന്ന്. അത് യോഹന്നാൻ അവസാനത്തെ വെളിപാടുകളിലൊന്നാണത്. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം.
എനിക്ക് തോന്നിയിരിക്കുന്നത് എൻ്റെ ഇത്രയും നാളുള്ള ആധ്യാത്മികമായ അന്വേഷണത്തിൽ എനിക്ക് വാട്ട് ഈസ് ഫെയ്ത്ത് എന്ന് ചോദിച്ചാൽ ബൈബിൾ ഒത്തിരി ഫെയ്ത്തുകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ബേസിക് ഒരു മാതൃകാ വിശ്വാസം എന്ന് വെച്ചാൽ ക്രിസ്തീയ വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? അത് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ഇപ്പം നമ്മളിൽ ലോകത്തിൻ്റെ ഒത്തിരി ഘട്ടങ്ങളുണ്ട്. ഈ നമ്മൾ പറയത്തില്ലേ വെള്ളത്തിലാണ് വള്ളം കിടക്കേണ്ടതെന്നൊക്കെ പറയത്തില്ലേ? അല്ലാതെ വള്ളത്തിൽ കിടക്കരുതെന്ന് പറയും, വള്ളം പൊങ്ങിപ്പോകും. വെള്ളം ആവശ്യമാണ് വള്ളം തുഴഞ്ഞു പോകാൻ വേണ്ടി. പക്ഷെ ചില സമയത്ത് ഈ വെള്ളം വന്ന് വള്ളത്തിൽ കിടക്കും, അപ്പോൾ വള്ളം പൊങ്ങിപ്പോകും. അത് ലോകത്തിലൊരു പ്രശ്നമുണ്ട്, നമ്മൾ ലോകത്തിലാണ്. അതേസമയത്ത് ലോകം നമ്മളിൽ വന്ന് നിറയും, അതോടെ ജീവിതം മുങ്ങിപ്പോകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ ഈ ലോകം എന്ന് പറയണത്? ഈ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ ഉള്ള ധ്യാനങ്ങളിലൊക്കെ ഞാൻ പറയത്തില്ല നിങ്ങളോട്. അത് പ്രത്യേകിച്ച് 2 Pത്രോസ് 1:4 ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് ഈ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നതനുസരിച്ച് ഇപ്പൊ ദൈവിക സ്വഭാവം നമ്മളെ ഘട്ടം ഘട്ടമായി നമ്മളിൽ കൂടുന്നതനുസരിച്ചാണ് പങ്കുകാരാകുന്നതിന്. എന്താണ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞത്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടോ, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടോ, ജ്ഞാനത്തെ ക്ഷമ അല്ലെങ്കിൽ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ സഹനശക്തി അഥവാ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും. കണ്ടാ, ഉപവിയിലേക്ക് വരുമ്പോൾ ഈ ഉപവിക്കൊരു ചെറിയൊരു കുഴപ്പങ്ങളുണ്ട്. നമ്മൾ ഈ ഉപവി എന്ന് പറയണത് ബൈബിളിൽ ഈ തർജിമയിൽ ഇരുട്ടുമുറിയിലെ കറുത്ത പൂച്ചയെ പിടിക്കണ ഒരു പരിപാടിയാണ്. ഇരുട്ടുമുറി കറുത്ത പൂച്ചയെ പിടിക്കാൻ കിട്ടത്തില്ലല്ലേ? അതുകൊണ്ട് ഉപവിയെ നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഉപവി നമ്മൾ പറയും സൽപ്രവൃത്തിയാണെന്ന് വെച്ചാൽ ഉപവി ശരിക്കും പറഞ്ഞാൽ സൽപ്രവൃത്തിയാണ്. പക്ഷെ ലോകം മരിച്ചുപോയൊരു സൽപ്രവൃത്തിയാണ് ഉപവി. എല്ലാത്തിൻ്റെ അകത്തും ഈ ലോകത്തിൻ്റെ ഒരു ഷെയ്ഡ് കിടപ്പുണ്ടാകും. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കണം, അയാളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും എല്ലാം അവിടെയാണ്. അയാളെ വെന്റിലേറ്ററിൽ കൊണ്ടുവന്ന് മുറി കിടത്തിയെങ്കിലും ഓക്സിജൻ എടുക്കുന്നുണ്ട്, പക്ഷേ ബോധമില്ല, കണ്ണും കാണാൻ പറ്റില്ല. ബോധമില്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അയാളുടെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളൊക്കെ എടുക്കുന്ന അയാളുടെ ഭാര്യയാണ്. അയാളുടെ ജീവിതകാലത്ത് ഭയങ്കര തെറിയും ബേളമൊക്കെ ആയിരുന്നു, അടിയിടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പം ഇങ്ങനെ പെട്ട് കിടക്കുന്നത്. ഭാര്യയ്ക്ക് ഒന്നും തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല ഈ ഇടയ്ക്കൊന്ന്. കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളുണ്ടൊക്കെ ഉണ്ടായെന്നല്ലാതെ പ്രത്യേകിച്ച് ഈ മനുഷ്യൻ്റെയൊക്കെ ഒന്ന് ഒരു ഹസ്ബൻഡ് കിട്ടാൻ പറ്റിയ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സ്നേഹം അങ്ങോട്ട് തോന്നാൻ നമുക്ക് മനുഷ്യരെ നമുക്ക് തോന്നണ്ടേ? അപ്പം എന്നിട്ടും ഈ സ്ത്രീക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളൊക്കെ എടുത്ത് നല്ല ആകൃതപ്പെട്ട ജീവിതത്തിൽ ഇതിൻ്റെ പങ്കാളിയായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അയാൾ ഇനി അവിടെ കിടന്ന് മരിച്ചു എന്ന് വിചാരിച്ചോ? ഒരു പുഞ്ചിരിയോ? ഇവർ ആ മനുഷ്യന് വേണ്ടി ചെയ്ത കാര്യത്തിന് പ്രതിനന്ദിയായിട്ട് ഇടി എനിക്ക് തെറ്റിപ്പോയി, നിൻ്റെ കൊണ്ട് ജീവിച്ചിട്ട് 10-30 കൊല്ലം നമ്മൾ ജീവിച്ചിട്ട് എനിക്ക് നിന്നെ ഒന്ന് സഹായിക്കാൻ പറ്റിയില്ല, നിന്നെ സന്ധിക്കാൻ പറ്റില്ല, നിന്നെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പോലും പറയണ മുമ്പ് അയാൾ മരിച്ചു പോകും. എന്നിട്ട് തൻ്റെ ഒരു കടമ പോലെ, ദൈവത്തോടെ കടമ പോലെ ഭാര്യ അത് ഒരു നന്ദി പോലും മേടിക്കാതെ അതെല്ലാം കർത്താവിനെ കാഴ്ചവെക്കും, കർത്താവിൻ്റെ നാമത്തെ പ്രതി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിഫലമില്ലാത്ത ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന നിത്യജീവനെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞ ഉപവി എന്ന് പറയണത്. അങ്ങനെ ഉപവിയല്ല, ഈ വിശ്വാസത്തിൻ്റെ അവസാന രൂപമേ ഉപവിയാണ്. അതുകൊണ്ട് ഈശോ പറയണത് എന്താണ്? നിങ്ങൾ ഇടത്ത് കൈ ചെയ്യണത് വലത്ത് കൈ അറിയാതിരിക്കട്ടെ. മത്തായി 6:3. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് രഹസ്യം കണ്ട ഈ രഹസ്യത്തിൽ ചെയ്യുന്ന വിഷയത്തിനാണ് ഈ ഉപവി എന്ന് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്.
നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇതാണ് ഈ ഉപവിയുടെ സംഭവം. അപ്പൊ ദൈവത്തെ മാത്രം മുൻനിർത്തി പരസ്യങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ ഈ നമ്മള് പല ആൾക്കാരും സൽപ്രവർത്തിക്കാർ ഡെയിലി വേജസ്സുകാരാണ്. എന്നുവെച്ചാൽ അവരപ്പം ചെയ്യുന്ന നന്മയുടെ പ്രവൃത്തി അവർക്ക് അപ്പം തന്നെ വേണം. അതാണ് ഈ വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ഡെയിലി വേജസ്സുകാരാണ്. അതായത് എല്ലാവരും അറിയിച്ചേ ചെയ്യത്തുള്ളൂ. അത് അല്ലെങ്കിൽ ചെയ്ത് വെച്ചും മറ്റു മനുഷ്യരോട് പറയും. ഇങ്ങനെ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രോഡക്റ്റ് ഇത് ഡെയിലി വേജസ്സാണ്. അന്നന്ന് പണിയെടുത്ത് അന്നന്ന് ജീവിച്ചു പോവുക, അത്രയേ ഉള്ളൂ. നിത്യതയ്ക്ക് നിക്ഷേപമില്ല. അതേ പ്രശ്നം വെച്ചാൽ നിത്യതയുടെ നിക്ഷേപമാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെയിലി വരുമാനം ഇല്ലെങ്കിലും നിത്യതയിലൊരു നിക്ഷേപം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്ന ദൈവസ്നേഹ പ്രവർത്തനങ്ങളാണ്, കൃപാവര പ്രവർത്തനങ്ങളാണ് ഉപവികളെന്ന് പറഞ്ഞത്. ഈ നമ്മൾ ഉപവിയിലേക്ക് ഒരു വ്യക്തി എത്തിയാൽ മറ്റുള്ളവർ നന്ദി പറഞ്ഞാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ഒരു പ്രശ്നവുമില്ല. ഐ ആം സോ ഹാപ്പി ബിക്കോസ് ഐ ഹാവ് ഡൺ ഇറ്റ് ഫോർ ജീസസ്. ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തതാണെന്ന് ഇങ്ങനെ ഭംഗിവാക്കൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതല്ല, നമ്മുടെ മനസ്സിൽ വി മസ്റ്റ് ബി കണ്ടൻറ്റഡ്. ആ വിഷയത്തിൽ ആന്തരിക തൃപ്തി ഉണ്ടാകണം നമുക്ക്. അപ്പം നമ്മൾ ഉപവിയിലായി. ഈ ഉപവിയിലായി കഴിഞ്ഞാൽ വി ഹാവ് നോ കംപ്ലൈൻറ്റ്. നമുക്ക് പിന്നെ കംപ്ലൈൻറ്റ് ഇല്ല. മാതാവിൻ്റെ ഏറ്റവും വലിയ സംഭവം ഉപവിയാണ്. ജീവിതം മൊത്തം ഉപവിയാണ്. ഉപവിക്ക് കർത്താവ് വചനം മാംസമായി നമ്മുടെ വസിച്ചു, മറിയം ഉപവി മാംസമായി നമ്മുടെ വസിച്ചതാണ്. നോ കംപ്ലൈൻറ്റ്. അതെ, ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊക്കെ പറയണില്ലേ, ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊക്കെ പറയും. എല്ലാവർക്കും അമ്മയെ ആക്രമിക്കുന്നതിന് ഭയങ്കര മത്സരമാണ് ലോകത്ത്. പക്ഷെ അമ്മ ആരാണെന്ന് ഇന്ന് വരെ നമുക്കറിയത്തില്ല. നമുക്കറിയാവുന്നതൊക്കെ വളരെ സ്പെക്കുലേറ്റീവ് ഫിലോസഫിക്കൽ തിയോളജിക്കൽ നോളജാണ്. അതൊരു ഇൻഫർമേഷൻ്റെ ഫലമേ ചെയ്യത്തുള്ളൂ. ആന്തരികമായിട്ട് ഈ വ്യക്തിത്വത്തെ ദൈവം എങ്ങനെയാണ് വചനത്തെ കൈമാറാൻ വേണ്ടി സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയത്, അതിൻ്റെ പ്രധാന കാരണം ഉപവി മാംസം ധരിച്ച്. നമ്മളെപ്പോഴും മരിയനെ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മയെപ്പോലെ ഉപവിയുടെ ഒരു ജീവിതത്തിലേക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ആരും നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിലും ആന്തരികമായ സന്തോഷത്തിൽ ആന്തരിക തൃപ്തിയോട് ജീവിക്കാൻ അമ്മയെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് നിന്നെപ്പോലെ ഹൃദയത്തെ സംഗ്രഹിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ പേര് ജെബിൻ. ഞാൻ മാൻപേട്ട ഇടവക സെൻറ്റ് ജോർജ് ചർച്ചിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ ജിജി മോൾ. ഞങ്ങൾ ഒക്ടോബർ 13 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ നിയോഗം ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്ത് സെറ്റിൽഡ് ആകുക എന്നുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും സൗദിയിൽ വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് രണ്ടാമതൊരു മോളും കൂടെ ഉണ്ട്, വീട്ടിലാണ്. അപ്പോൾ എനിക്ക് പേരൻസിന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായതുകൊണ്ട് സൗദിയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ നിൽക്കാനായിട്ട് പറ്റില്ല. കാരണം അവിടെ ലെവി കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ഫസ്റ്റ് നിയോഗം ആയിട്ട് ഞങ്ങളങ്ങനെ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ബ്രദറിൻ്റെ വൈഫും ന്യൂസിലാൻഡിലാണ്. ഈ നിയോഗം വെച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുകയാണ്, ജിജിയുടെ ബയോഡാറ്റയും അതുപോലെ തന്നെ നേഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ്, പ്രൊസീജിങ് സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ എനിക്ക് അങ്ങനെ കുറേ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ അവൻ പറഞ്ഞു അതെല്ലാം കൂടെ പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നു, ഞാനപ്പം എൻ്റെ ബ്രദറിനോട് ചോദിച്ചു, ഒന്നാമത്തെ കാര്യം അങ്ങോട്ട് പോകണമെങ്കിൽ ഒത്തിരി ക്യാഷ് ആവും, പിന്നെ OET എഴുതി പാസ്സായിട്ടില്ല, ഒന്നും കൊണ്ടും നമ്മൾ പ്രിപ്പയർഡ് അല്ല. അപ്പം ബ്രദർ പറയുകയാണ്, അവിടെ പുതിയൊരു നിയമം വന്നു, എംപ്ലോയർക്ക് ഒരു എംപ്ലോയിനെ ആവശ്യമുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ നടത്തി അയാൾ അതിന് ക്വാളിഫൈഡ് ആണെങ്കിൽ വിസ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളൊരു നിയമം വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളോർത്ത് ഉടമ്പടി വെച്ചുകൊണ്ട് മാതാവ് തന്ന ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ഇത് മുമ്പോട്ട് പോവുകയാണ്. കാര്യങ്ങളെല്ലാം കൊടുത്തു, ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാമെങ്കിലും അവിടുത്തെ പ്രൊനൗൺസിയേഷൻ കാര്യങ്ങളൊന്നും നമുക്കത്ര ഇതല്ലല്ലോ. അപ്പം പുള്ളിക്കാരത്ത് പറഞ്ഞു, ഞാൻ ഫെയിലാകുമായിരിക്കും, എനിക്ക് അവിടുത്തെ പ്രൊനൗൺസിയേഷൻ ഒന്നും അറിയത്തില്ല, എനിക്ക് അത്ര ഇംഗ്ലീഷ് ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഉടമ്പടി എടുത്തുകൊണ്ട് അത് മാതാവ് നോക്കിക്കോളും. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കാശ് രൂപം ജിജിയുടെ കയ്യിൽ കൊടുത്തിരുന്നു, നീ ഇത് കയ്യിൽ വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല, അറിയിക്കാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പം ഇൻ്റർവ്യൂ പാസ്സായി ഒരു ഓഫർ ലെറ്റർ വരുവാണ്, ഇനി നിങ്ങൾ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോളാൻ പറയുകയാണ്. അപ്പം എല്ലാം പെട്ടെന്നാണ് കേട്ടോ. അപ്പോൾ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് മെഡിക്കൽ എടുക്കണം. അപ്പം മെഡിക്കലിൻ്റെ കാര്യം വന്നപ്പോൾ ഞങ്ങൾക്കറിയാം വർഷങ്ങളായിട്ട് ജിജിക്ക് ലങ്സിന് പാച്ചസ് ഉണ്ട്. അപ്പോൾ മെഡിക്കൽ ഫെയിലിയർ ആവും, അത് ഉറപ്പാണ്. അപ്പം ഞങ്ങൾ മാതാവിൽ സമർപ്പിച്ച്, ഈശോയിൽ സമർപ്പിച്ച് ഞങ്ങൾ ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റൽ, അവിടെയാണ് ഇതിൻ്റെ ന്യൂസിലാൻഡിലുള്ള, കേരളത്തിൽ അതേ ഹോസ്പിറ്റലുള്ളൂ. അവിടെ ഞങ്ങൾ പോയി മെഡിക്കൽ എടുത്തു. ബാക്കിയെല്ലാം ഓക്കെയാണ്. പക്ഷേ ലങ്സിൻ്റെ എക്സ്റേ എടുത്തപ്പം അത് ഫെയിലിയറാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് അവർ തന്നെ നമുക്ക് തരത്തില്ല, ഹോസ്പിറ്റലുകാർ അവർ തന്നെ എംബസിക്ക് അയച്ചു കൊടുത്ത് അവർ നമുക്ക് തിരിച്ച് റിപ്ലൈ തരുവാണ്, നിങ്ങളുടെ ലങ്സിൽ പാച്ചസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ റീമെഡിക്കൽ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ വൈഫിന് തിരിച്ച് സൗദിക്ക് പോകാനുള്ള ടൈമായി. സൗദിയിൽ ഏത് ഇങ്ങനെ ഇതിന് അലോഡായിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ടോ ഇല്ലെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ അതെല്ലാം പെട്ടെന്ന് തന്നെ ഓരോരുത്തർ വരികയായിട്ട് ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്നെല്ലാം പറഞ്ഞ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ നമുക്കതിൻ്റെ ഇവരുടെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഇവർ ജിജി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ അതങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട്. അതിനവിടെ പോയി സ്പൂട്ടം കൾച്ചർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ലങ്സ് പാച്ചസ് ആണ്, TBയുടെ ആയിരിക്കും എന്നുള്ള രീതിയിൽ സ്പൂട്ടം കൾച്ചർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ സ്പൂട്ടം കൾച്ചർ ടെസ്റ്റ് ചെയ്ത് വളരെ പേടിച്ച് മാതാവിനെ ഇതുപോലെ തന്നെ കാശിരൂപം നമ്മൾ കയ്യിൽ ജിജിയുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ നിന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതുപോലെ മാതാവിനെ പ്രതീക്ഷനായിട്ട് വരുമ്പോൾ ഞാനിങ്ങനെ ഓരോ റിസൾട്ടും മാതാവിന് നേരെ കാണിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഈ തവണയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണേന്ന്. അപ്പോൾ സ്പൂട്ടം കൾച്ചർ നെഗറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല, TB ഒന്നുമില്ല. അത് നല്ല സമയം എടുത്തു, 3 ആഴ്ചയോളം എടുത്തു അതിൻ്റെ റിസൾട്ട് വരാനായിട്ട്. കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവാണ്. അപ്പോൾ ഇത് എന്തിൻ്റെ ആയിരിക്കും, ലങ്സ് ക്യാൻസർ ആയിരിക്കുമെന്നാണ് അടുത്ത ഡോക്ടർ പറയുന്നത്. അപ്പോൾ CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അടുത്ത 3ാമത് CT സ്കാൻ അവിടെ വീണ്ടും എംബസിയിൽ നിന്ന് മെയിൽ വന്നു, നിങ്ങൾ മെഡിക്കൽ ഫെയിലാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രദറൊക്കെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് അറ്റംപ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ വിസ പ്രോസസ്സിങ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. കാരണം ലങ്സിലൊക്കെ അങ്ങനെ ഇതുണ്ടെങ്കിൽ അത് പാടാമെന്ന് പറഞ്ഞപ്പം. അപ്പോൾ അവർ ക്യാൻസലൊന്നും ചെയ്തില്ല, 3ാമത് ഒന്നുകൂടെ എടുക്കാൻ പറയുകയാണ്. 3ാമത് പോയപ്പോഴത്തേക്കും ഞാനിവിടെ വന്നു. അപ്പോൾ വൈഫോടെ ടെസ്റ്റിന് വേണ്ടി CT സ്കാന് വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ജോസപ്പച്ചനെ കാണാമെന്ന് ഓർത്ത് രാവിലെ വന്നു, അച്ഛനോട് കാര്യം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ്സ് മേടിക്കാമെന്ന് ഓർത്തുകൊണ്ട് വന്നു. അപ്പോൾ അച്ഛനെ കാണാൻ പറ്റിയില്ല. അച്ഛൻ ഇവിടെ വന്നിരുന്നു, വന്നിട്ട് ജസ്റ്റ് പെട്ടെന്ന് ആൾക്കാരെ നിന്ന് ക്ലാസ് എടുത്തിട്ട് പെട്ടെന്ന് അച്ഛൻ എന്തോ കേസിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് അച്ഛൻ പെട്ടെന്ന് പോയി, ആരും കണ്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് അഖണ്ഡജപമാലയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഉച്ച ഞാനിപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് എന്തെങ്കിലും ഒരു ഇത് തരണം, എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണം, എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം. കാരണം അത്ര വിഷമത്തിലാണ് ഞങ്ങളിരുന്നത്. കാരണം എല്ലാം കൈ വന്ന് കിട്ടി. അപ്പോൾ മെഡിക്കലിൻ്റെ പേരിൽ ഇനി അത് ഫെയിൽ ആവണ്ടല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ ഈ പ്രാർത്ഥന അഖണ്ഡജപമാല കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ സൈഡിൽ ജോസപ്പച്ചൻ വന്ന് നിൽക്കുന്നു, കുറച്ച് ആൾക്കാർ, ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കുന്നു. അപ്പോൾ എന്നെ ആരോ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ഫ്രണ്ടിൽ പെട്ടെന്ന് ചെയ്യുന്നു. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് കാറിലേക്ക് പോവുകയാണ്. അച്ഛൻ എന്തോ തിരക്ക് പിടിച്ച് കാറിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വൈഫിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനെ കാണിച്ച്, കാരണം വൈഫ് ഇവിടെ ഇല്ല. അപ്പോൾ അച്ഛനെ കാണിച്ചു, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം, മെഡിക്കൽ പാസ്സാകുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അച്ഛൻ പെട്ടെന്ന് ഫോട്ടോ മേടിച്ചിട്ട് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു, മെഡിക്കൽ പാസ്സാകണമെന്ന് പറഞ്ഞ് എൻ്റെ തന്നു. അപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ വീണ്ടും 3ാമത്തെ റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല, എംബസിയിൽ നിന്ന് ന്യൂസൊന്നുമില്ല. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പുള്ളിക്കാരത്തി ഈ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ റിസൾട്ട് തരാനുള്ള അധികാരമില്ല, എങ്കിലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ആ സിസ്റ്റത്തെ നോക്കിയിട്ട്, കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് റിസൾട്ട് വായിച്ച് ഏൽപ്പിക്കുകയാണ്. ഇതൊരു ഒന്നെങ്കിൽ ഓൾഡ് TB അല്ലെങ്കിൽ ഒരു ലങ്സ് ക്യാൻസർ ആയിരിക്കാം എന്നുള്ള റിപ്പോർട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 100% ഉറപ്പിച്ച് ഇത് കിട്ടത്തില്ല. കാരണം ഹെൽത്ത് കെയറിലേക്ക് പുള്ളിക്കാരത്തി നേഴ്സാണ്, ഹെൽത്ത് കെയറിലേക്ക് ഇപ്പോൾ പോകുന്നത്. അപ്പം കിട്ടത്തില്ലെന്ന് ഞങ്ങൾ, എന്നാലും ഒരു ചെറിയ പ്രതീക്ഷ, ഇത്രയും കൊണ്ടു തന്ന മാതാവ് എന്തെങ്കിലും തരും, നമുക്ക് തരാതിരിക്കത്തില്ല, പ്രാർത്ഥിക്കാൻ. നമുക്ക് അച്ഛൻ പറഞ്ഞ പോലെ ഒരു ഗ്രേസ് പീരീഡ് അന്ന് പക്ഷേ നമുക്കറിയത്തില്ല. അച്ഛൻ ഇന്നിപ്പോൾ പറഞ്ഞപ്പോൾ നമുക്കത് ആ ഗ്രേസ് പീരീഡ് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഉപവാസം നോയമ്പ് എടുക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത്. അപ്പോൾ അവർ പറഞ്ഞു അവർ ഓൾറെഡി അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.
മാർച്ചിൽ ഞാൻ ബ്രദറിനോട് പറഞ്ഞു ഇതൊന്നും ആകുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെയിൽ നോക്കുമ്പം ജിജിയുടെ മെയിലിൽ ഇങ്ങനെ വന്ന് കിടക്കുകയാണ്, നിങ്ങളുടെ വിസ ഇഷ്യൂ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഹെൽത്തിലി ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള വിസ ഇഷ്യൂ ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വിസ അടിച്ച് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 27-ാം തീയതി വൈഫ് പോവുകയാണ്. 27-ാം തീയതി രാവിലെ വൈഫ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞു. വണ്ടിയിലൊന്നും അറിയത്തില്ല. അപ്പോൾ ആ ഡ്രൈവിംഗ് ലൈസൻസ് 3-ാമത്തെ തവണ പോകുന്നതിന് ഒരു ദിവസം മുമ്പ്, സൗദിക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പ് അത് പാസ്സായി കിട്ടി. പിന്നെ എനിക്ക് ഏറ്റവും വലിയ 2ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ച് എൻ്റെ 2 കുട്ടികളെയും മാതാവ് ഏറ്റെടുക്കണമേ, അവരെ സംരക്ഷിക്കണമേ. കാരണം കുഞ്ഞു പിള്ളേരാണ്, നമ്മൾ എത്രമാത്രം നോക്കിയാലും ദൈവത്തിൻ്റെ ഒരു കൃപ വേണമെന്നുള്ള രീതിയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവി അവരെ അങ്ങ് ഏറ്റെടുത്ത് നോക്കണമേ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് 1 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ 2ാമത്തെ കുട്ടി 5 മാസം പ്രായമാണ്. ആ സമയത്ത് എൻ്റെ അമ്മ എൻ്റെ ഫ്രണ്ട്, ഞാൻ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഒരു പായിട്ട് കൊണ്ടേ കിടത്തിയിട്ട് പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊച്ച് ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ഞാനപ്പോൾ മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മൂത്ത കൊച്ച് 2ാമത്തെ കൊച്ചിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ നോക്കുമ്പോൾ ഉപദ്രവിക്കുന്നൊന്നുമില്ല, അടുത്തിരിപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ 2ാമത്തെ കൊച്ച് ചുമയ്ക്കാൻ തുടങ്ങി, കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ ഇവൻ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി വായിൽ എന്തെങ്കിലും പൊടിയെല്ലാം കൊണ്ടുപോയിട്ടോന്ന് ഓർത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇവന് കൊച്ചിന് ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫ്രണ്ടിൽ രൂപക്കൂടാണ്, മാതാവിനെ വിളിച്ച് ഞാൻ കൊച്ചിനെ പെട്ടെന്ന് കമത്തി, നമ്മൾ ഈ ഡോക്ടർമാരൊക്കെ യൂട്യൂബിൽ കാണുന്ന പോലെ ഞാൻ ഈ കൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും 1 രൂപ കോയിൻ്റെ വലുപ്പത്തിലൊരു പൊട്ടിയ ഗ്ലാസ്, അതായത് നമ്മൾ ഈ ക്യാൻഡിൽ ഹോൾഡർ 2 ദിവസം മുമ്പ് പൊട്ടിയായിരുന്നു, അതിൻ്റെ ഒരു ചെറിയ പീസ് സോഫയ്ക്കിടയിൽ അങ്ങോട്ട് കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി തൂത്തൊക്കെ അടിച്ചവരൊക്കെ കളഞ്ഞാണ്, പക്ഷേ നമ്മൾ കാണാതെ ഒരു പീസ് അതിൻ്റെ ഇടയിൽ കിടപ്പുണ്ടായിരുന്നു. ഈ കൊച്ചിത് കണ്ട് ഈ കുഞ്ഞു കൊച്ചിൻ്റെ വായിൽ കൊണ്ട് ഇടുകയാണ്. നല്ല ഷാർപ്പായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ ഈ കൊട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ വായിൽ നിന്ന് ഇത് താഴോട്ട് വന്ന് ഞാൻ വിഴുങ്ങിയാൽ പോലും ഞാൻ എത്ര കൊട്ടിയാലും പുറത്തോട്ട് പോലും അത്ര നല്ല 2 രൂപ കോയിൻ വലിപ്പമുള്ള ഒരു പീസാണ്, നല്ല ഷാർപ്പായിട്ടുള്ളതാണ്. ഞാനത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഷോക്കായിപ്പോയി ഇത് കണ്ടപ്പം. കാരണം അതിൻ്റെ എഡ്ജൊക്കെ നന്നായിട്ട് ഷാർപ്പാണ്. ഞാൻ കൊച്ചിൻ്റെ വാ തിരിച്ചും മറിച്ചൊക്കെ നോക്കി, മുറിഞ്ഞിട്ടില്ല. അതെടുത്ത് എൻ്റെ കൈ ചെറുതായിട്ട് പോറി ചെറുതായിട്ടൊരു ബ്ലഡ് വന്നാൽ കൊച്ചിന് ഒന്നും പറ്റിയില്ല. മാതാവ് പൊതിഞ്ഞ് സംരക്ഷിച്ചു. അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് ബോധ്യമായി, നമ്മൾ ഈ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം മാതാവ് പരിഗണിക്കുന്നുണ്ട്, മാതാവ് കാണുന്നുണ്ട്. ഉടമ്പടി എടുക്കുമ്പോൾ തൊട്ട് മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം കൂടി വന്നു. അതുപോലെ തന്നെ മൂത്ത ആളുടെ കണ്ണിൽ ഒരു ടോയ് കൊണ്ട് ജസ്റ്റ് മിസ്സായിരുന്നു. താഴെ നല്ല മുറിവുണ്ടായിരുന്നു, വലത്തെ കണ്ണിൻ്റെ താഴെ നല്ല മുറിവുണ്ടായിരുന്നു. പക്ഷേ കണ്ണിന് ഒരു കുഴപ്പവും പറ്റിയില്ല. അങ്ങനെ 2 പിള്ളേരെ മാതാവ് പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. 3ാമത്തെ കാര്യം, ഞങ്ങൾക്ക് 2 പേർക്കും ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ സാധിച്ചു. എനിക്കിപ്പോൾ 30 വയസ്സുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് 50 ദിവസം പള്ളിയിൽ വലിയ നോയമ്പ് എടുക്കുകയും 50 ദിവസം പള്ളിയിൽ പോയി കുർബാന കണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉപവാസം എടുക്കാനും ദൈവത്തോട് ഒത്തിരി അടുക്കാനും ഞങ്ങൾക്കുണ്ടായിരുന്ന ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം മാറ്റി ദൈവത്തോട് കൂടുതൽ ആത്മീയമായിട്ട് അടുക്കാൻ സാധിച്ചു. പ്രാർത്ഥനയിലാണെങ്കിലും എല്ലാം കൊണ്ടും ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പം നമ്മളെല്ലാവരോടും ക്ഷമിക്കണം എന്നുള്ളൊരു ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഒരു ഉടമ്പടി എടുത്താലും എൻ്റെ മനസ്സിൽ അത് ക്ഷമിച്ചു എന്ന് ചോദിച്ചാൽ ക്ഷമിച്ചു, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ മാതാവ് അതിനൊരു സാഹചര്യം ഒരുക്കി തരുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോകാനായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് കാണിക്കണം, അതായത് 6 മാസമെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ എത്ര ലക്ഷം രൂപ ഉണ്ടോ എന്നുള്ള കാണിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രദറിൻ്റെ അക്കൗണ്ടിൽ കാണിക്കണം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജിജിയുടെ സിസ്റ്ററിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്കത് കാണിക്കാൻ പറ്റുക. അപ്പോൾ എനിക്ക് അവരുമായിട്ടൊരു ദേഷ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് മാതാവ് അവരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ടുള്ള ദേഷ്യങ്ങളൊക്കെ മാറാനൊക്കെ ഉള്ളൊരു അവസരം മാതാവ് ഉണ്ടാക്കി തന്നു. അങ്ങനെ മാതാവ് വലിയൊരു കാര്യം ചെയ്തു. പിന്നെ എൻ്റെ ഫാദർ 4ാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്ന എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും
ആരോഗ്യ ആയുസ്സും കൊടുക്കണമേ എന്നായിരുന്നു. കാരണം എപ്പോഴും ചാച്ചന് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു, തുടയുടെ അവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ വേദനയാണ്, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ നിയോഗം കഴിഞ്ഞ് ഒരു മാസം ഞാൻ ആ കാര്യം മറന്നുപോയി. ചാച്ചന് എപ്പോഴും വേദനയാണ്, കൈക്ക് വേദനയാണ്. കാരണം റൈറ്റ് ഹാൻഡിലേക്കുള്ള അവിടുന്ന് ഒരു വെയിൻ എടുത്താണ് ഹാർട്ടിൽ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും കൈക്ക് ഭയങ്കര വേദനയാണ് ഒക്കെ എന്ന് പറയുമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ കേട്ടിട്ട് ഇവിടെ വന്നപ്പോൾ അതെന്നെ മാതാവ് ഓർപ്പിച്ചതാണ്. ഞാനിപ്പോൾ അങ്ങനെ കേട്ടിട്ട് ഒത്തിരി നാളുകളായി. ചാച്ചനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇത്രയും ദൈവാനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ വൈഫിന് വർഷങ്ങളായിട്ട് ലങ് പാച്ചസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എത്ര വർഷമായിട്ടുണ്ടത്? അതിപ്പോൾ ഒരു 8-10 വർഷമായിട്ടുള്ള 8-10 വർഷമായിട്ടുള്ളതാണ്. ജെബിൻ പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. കൃപാസനത്തിലോട്ട് കടന്നു വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച 2 വലിയ വിഷയങ്ങളുടെ സാക്ഷ്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒന്നാമതായിട്ട് ജോലിയുടെ വിഷയമാണ്. അതായത് വർഷങ്ങളായിട്ട് വൈഫിൻ്റെ ഇങ്ങനൊരു വിഷയമുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും സൗദിയിലാണെന്നുണ്ടെങ്കിലും മെച്ചപ്പെട്ട ജോലിയൊന്നുമല്ല, ഒന്നിച്ച് താമസിച്ച് ജോലി ചെയ്യാനുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ് ഇവർ അങ്ങനെ ഒരു നിയോഗം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചത്. ഇപ്പോൾ വിഷയം നിങ്ങൾ സാക്ഷ്യത്തിൽ കേട്ട് കാണും. ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് 3-ാമത്തെ ദിവസം, അത്രയും നാൾ അനിയനല്ലേ വിളിച്ചെന്ന് പറഞ്ഞത് അല്ലേ? ചേട്ടൻ ന്യൂസിലൻഡിലാണ്. അപ്പോൾ ചേട്ടൻ ന്യൂസിലൻഡിലാണ്. പക്ഷേ അത്രയും നാളായിട്ട് ഉണ്ടാവാതിരുന്ന ഒരു നിയമം തന്നെ അവിടെ വന്നു അല്ലേ? ഒരു നിയമം, അതായത് എംപ്ലോയീനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിളിച്ച് അഡ്മിറ്റ് ചെയ്യാം എന്നുള്ളൊരു പുതിയ നിയമം വന്നു. അപ്പോൾ ഈ 3 ദിവസത്തിനുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതാണ് ഉടമ്പടി പ്രാർത്ഥന ഉടനടി അനുഭവം. അപ്പോൾ 3-ാം ദിവസം ചേട്ടനാണ് ഇങ്ങോട്ട് വിളിച്ചു പറയുവാണ്, ഇങ്ങനൊരു നിയമം വന്നിട്ടുണ്ട്, അപ്പോൾ ന്യൂസിലൻഡിലോട്ട് കയറിപ്പോകാം. പക്ഷേ ഇവർക്ക് ഓൾറെഡി അറിയാം അല്ലേ, വൈഫിൻ്റെ എല്ലാം ഇങ്ങനെ പാച്ചസ് ഉള്ളത് കൊണ്ട് ഇവരാകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ ഒരു വിഷയത്തിൽ. എന്നാലും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ആ വിഷയം സമർപ്പിച്ചു. കാരണം അമ്മ തന്നെയാണ് ആ ഒരു ജോഷുവ 3:5 തിരുവചനം അനുസരിച്ച് ഒരു പുതിയ വഴി ഇവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴിയാണ്. അപ്പോൾ ആ വഴികളിൽ എന്ത് തടസ്സം വന്നാലും അത് പരിശുദ്ധ അമ്മ തന്നെയാണ് പിന്നെ അത് എല്ലാം ക്ലിയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. പിന്നീട് ടെസ്റ്റ് ചെയ്തു, അപ്പോൾ ലങ് പാച്ചസ് ഉണ്ട്. പിന്നെ വീണ്ടും നമുക്കറിയാം കൃപാസനത്തിലോട്ട് കടന്നു വന്നു. അന്ന് ജോസഫ് അച്ഛന് ഹൈക്കോടതിയിൽ കേസുള്ള സെഷൻ കോടതി, ആലപ്പുഴ കോടതിയിൽ കേസുള്ള ദിവസമായിരുന്നു. അതായത് സാമൂഹിക നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ മനുഷ്യാവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായി അച്ഛൻ നടത്തിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കേസ് നിലനിൽക്കുന്ന സമയമായതുകൊണ്ട് അന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടിയില്ല. പക്ഷെ അച്ഛൻ ജസ്റ്റ് കാറിൽ കയറാൻ പോകുമ്പോൾ വൈഫിൻ്റെ ഫോട്ടോ കാണിച്ചാണ് ഈ മകൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടത്. അച്ഛൻ അത് പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു. പിന്നീട് നടന്നതെല്ലാം അത്ഭുതമായിരുന്നു. അതായത് ഈ ലങ്ങിന് പാച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു, 2ാമത് റിപ്പോർട്ട് എടുത്തു, അതിലും പ്രശ്നമുണ്ടെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ മെയിൽ വന്നപ്പോൾ അല്ലേ, അല്ല 2ാമത് സ്ഫോടം കൾച്ചർ TB ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം സ്ഫോടം കൾച്ചർ ചെയ്തപ്പോൾ നെഗറ്റീവാണ്, TB അല്ല. അതടുത്ത് ക്യാൻസറിൻ്റെ അതിപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. CT സ്കാൻ എടുത്തപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഒന്നെങ്കിൽ ക്യാൻസർ ആയിരിക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നേരത്തെ TB വന്നതിൻ്റെ ആയിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയാണ് റിസൾട്ട് അവർ അയക്കാനിരുന്നത്. മാതാവ് അത് നമുക്ക് വേണ്ടിയിട്ട് മാതാവ് ഇടപെട്ടു. അപ്പം നമുക്ക് അവിടുന്ന് എംബസിയിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഹെൽത്തിൽ ഒരു പ്രശ്നമൊന്നുമില്ല, വിസ പ്രോസസ്സായി നമുക്ക് വിസ കിട്ടി. വലിയൊരു അത്ഭുതമാണ്. കാരണം പരിശുദ്ധ അമ്മ തന്നെയാണ് അവിടെ നേരിട്ട് പ്രവർത്തിച്ചത്. വിഷയമുണ്ടായിരുന്നിട്ട് പോലും അവരത് വിഷയമാക്കാതെ ഇവർക്ക് വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനുള്ള അനുമതി, മെഡിക്കൽ ഫിറ്റാണെന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. വലിയൊരു അത്ഭുതമാണ്. ഇങ്ങനെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്നത്. കാരണം ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പരിശുദ്ധ അമ്മ, കന്യകയായി ജീവിക്കാൻ ആഗ്രഹിച്ച പരിശുദ്ധ അമ്മ ദൂതനോട് തൻ്റെ ആ ഇഷ്ടം പറയുമ്പോൾ ദൂതൻ മറുപടി പറയുന്ന പ്രകാരമാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അത് മാനുഷിക ചിന്തകൾക്ക് അപ്പുറമുള്ള ദൈവിക ഇടപെടലിൻ്റെ സാക്ഷ്യമാണ്. 2ാമതായിട്ട് പറഞ്ഞത് ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗം എന്ന് പറയുന്നത് കുടുംബത്തിൽ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവർക്ക് അതിൻ്റെ ശക്തമായൊരു സാക്ഷ്യം കിട്ടി. അതായത് കുഞ്ഞ് നിങ്ങൾ കേട്ടതുപോലെ തന്നെ ക്യാൻഡിലിൻ്റെ സ്റ്റാൻഡിൻ്റെ ആ ഒരു ഗ്ലാസ് പീസ് അല്ലേ, ഗ്ലാസിൻ്റെ ആ ഷാർപ്പൻ്റായിട്ടുള്ള ആ ഒരു നിങ്ങൾ കേട്ടതുപോലെ തന്നെ ആ 2 രൂപ കോയിനിൻ്റെ വലിപ്പമുള്ള ആ സംഭവം വിഴുങ്ങിയെങ്കിലും
അത് യാതൊരു പ്രശ്നമില്ല, അത് രക്തം പോലും പൊടിയാതെ ആ കുഞ്ഞിനെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചു. അത് മാനുഷികമായി ചിന്തിച്ചാൽ അല്ലേ, മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം, കുഞ്ഞിൻ്റെ മരണം വരെ സംഭവിക്കാവുന്ന അപകടമാണത്. പക്ഷേ അത് പരിശുദ്ധ അമ്മ ഇവർക്കൊരു അടയാളം കൊടുത്തതായിരുന്നു, ഇത് കുഞ്ഞിൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. അത് അവർ ഉടമ്പടിയിൽ കറക്റ്റ് ഈ സാക്ഷ്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഉടമ്പടിയിൽ എൻ്റെ 2 കുട്ടികളുടെയും സംരക്ഷണം അമ്മ മാതാവ് ഏറ്റെടുക്കണമെന്ന് ഞാനൊരു നിയോഗം എഴുതിയിരുന്നു എന്നാണ് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത്, ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മ ആ സംരക്ഷണം, കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ വലിയൊരു അടയാളം കൂടിയാണ് ഈ 2ാമത് പറഞ്ഞ സാക്ഷ്യം. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിന് ഉടമ്പടി പ്രകാരം ലഭിച്ചത്. ഇതിനെല്ലാത്തിനും നമ്മളൊക്കെ മാനുഷികമായിട്ട് ഓരോ വിഷയങ്ങളൊക്കെ നടക്കില്ല എന്ന് മനസ്സിൽ കരുതുന്ന വിഷയങ്ങളാണ് ഉടമ്പടിയിൽ എഴുതി പ്രാർത്ഥിക്കേണ്ടതെന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും പറയും. അതായത് ചെറിയ ചെറിയ വിഷയങ്ങൾ നിങ്ങൾ ഉടമ്പടിയിൽ എഴുതരുത്, അസാധ്യമായിട്ടുള്ള കാര്യം. ഈ വിഷയം നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും, വർഷങ്ങളായിട്ട് ഈ ലങ് പാച്ചസ് ഉള്ളതാണ്. പക്ഷേ ആ വിഷയം പരിശുദ്ധ അമ്മ ഏറ്റെടുത്തപ്പോൾ ന്യൂസിലൻഡിൽ നല്ലൊരു ജോലി നൽകി ഇപ്പോൾ ആ വൈഫ് പോകുവാണെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത്. ഉടമ്പടി വഴിയായിട്ട് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ.